ഈ പ്രസംഗത്തിൽ ഹരിഹരൻ അത് മാത്രമല്ല പറഞ്ഞത്, വലിയ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ധ്രുവീകരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം കൂടി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. നിസ്കരിക്കാൻ മുട്ടി പോലും. നോക്കൂ നിങ്ങൾ, ആരാ ഇദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? PMA സലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതിന് മറുപടി പറയണം. ഈ ഹരിഹരൻ നിസ്കരിക്കാൻ മുട്ടി എന്ന് പറഞ്ഞ ആൾ ആരെയാ ഇവരെ ആക്ഷേപിക്കുന്നത്? മുക്കം പൈസയാണ് പേരെടുത്ത് പറയുന്നത്. ഇല്ലേ, നിങ്ങൾ കേട്ടില്ലേ? മുക്കം പൈസയെ പേരെടുത്ത് ആക്ഷേപിക്കുക. KM ഷാജിയുടെ അതേ പ്രസംഗത്തിലേക്ക് ആര് ചെല്ലുക? ഈ ഹരിഹരൻ ചെല്ലുക. ഈ KM ഷാജിയോ PMA സലാമോ പറയാതെ ഹരിഹരന് ഈ പേരും ഈ പറയുന്ന പ്രയോഗവും ഉദ്ധരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ മറുപടി PMA സലാമും KM ഷാജിയും പറയണം. ഈ UDFന്റെ നേതൃത്വം പറയണം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ ബീച്ചിൽ നടത്തിയ പരിപാടിയിൽ നിസ്കരിക്കാൻ മുട്ടി പോലും. ഇത് എന്ത് മുട്ടല പറയണ്ടേ? മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്തേ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ ഈ സമയം വരെ. ഇതെങ്ങാനും ഏതെങ്കിലും CPM-കാരൻ്റെയോ DYFI-കാരൻ്റെയോ അയൽവാസിയാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതെങ്കിൽ എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു പ്രതികരണം? എന്തായിരിക്കും KM ഷാജിയുടെ പ്രതികരണം? പറയണ്ടേ? ഇവര് ഈ PMA സലാമും KM ഷാജിയുമെല്ലാം ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു നേതാവാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ മുക്കം പൈസി. അതുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിലും ഇവർക്കെതിരെയൊക്കെ വരുന്നത്. KM ഷാജിയും കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ ഇദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറയുക. അങ്ങനെ ആക്ഷേപിക്കേണ്ടവരാണോ ഈ മത നേതൃത്വം? അവർ നമസ്കരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പരിപാടി നടത്തി, അല്ലെങ്കിൽ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ ഒരു പരിപാടിയുടെ സ്റ്റേജിന്റെ ഒരു അടുത്ത് നിന്ന് അവർ നിസ്കരിച്ചാൽ ആർക്കാ പ്രശ്നം? എന്തിനാ ഹരിഹരന് ഇത്ര പ്രയാസമുണ്ടാകുന്നത്? ന്യൂനപക്ഷങ്ങളെ ആകെ ഇങ്ങോട്ട് ഞങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടി നിസ്കരിപ്പിച്ചതാന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിസ്കരിപ്പിക്കേണ്ട ആളാണോ മുക്കം പൈസി? അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളാണോ മുക്കം പൈസി? ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മതപണ്ഡിതനല്ലേ അദ്ദേഹം? അങ്ങനെ അദ്ദേഹം ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവനാണ് എന്ന് എന്തർത്ഥത്തിലായി ഹരിഹരൻ പറയുന്നത്? ഇതൊക്കെ അങ്ങ് കേട്ട് മിണ്ടാതെ ഇരുന്ന് പോകുമെന്നാണ് ഇവിടെ പലരും കരുതുന്നത്. എന്തേ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന് എന്തിനാ ഇദ്ദേഹം ആക്ഷേപിക്കുന്നത്? മറ്റു വേദികളിലും ഇവിടെ നമ്മളൊക്കെ കണ്ടു, നിങ്ങളൊക്കെ വലിയ സന്തോഷത്തോടല്ല അഭിമാനത്തോടു കൂടി ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ടല്ലോ പലരും നമസ്കരിച്ചതിൻ്റെ. ഇല്ലേ? ഈ കടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ പല പരിപാടിയിലും. കപിൽ സിബൽ വന്നപ്പോഴാന്ന് തോന്നുന്നു എനിക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട്. എന്തേ ഹരിഹരനെ അത് പ്രസംഗിക്കാൻ തോന്നാത്തത്? ഇതാണ് വടകരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോധപൂർവം അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ, ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു ഗൂഢ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഗൂഢസംഘത്തിന്റെ ഉൽപ്പന്നമാണ് അവിടെ വന്ന എല്ലാ ആക്ഷേപങ്ങളും, അവിടെ വന്ന വ്യാജ പ്രചരണങ്ങൾ. ഈ ഗൂഢസംഘത്തിന്റെ സൃഷ്ടിയാണ്. ആ ഗൂഢസംഘത്തിൽ ഈ പറയുന്ന KK രമയും ഹരിഹരനുമുണ്ട്. ആ ഗൂഢസംഘത്തിൽ സതീശനുണ്ട്. ആ ഗൂഢസംഘത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ്, ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് നേതൃത്വമായവർ എല്ലാം ഉണ്ട്. ആ ഗൂഢസംഘത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം. അവരെ ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നടന്ന ഈ ധ്രുവീകരണത്തെക്കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടും.